ശാസ്ത്രജ്ഞർ ആദ്യത്തെ എക്സോമൂൺ കണ്ടെത്തിയോ? ഈ പുതിയ പഠനം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഭൂമിക്ക് പുറത്തുള്ള ഗ്രഹങ്ങളെ കണ്ടെത്തിയതുപോലെ അവയെ ചുറ്റുന്ന ചന്ദ്രന്മാരെ അഥവാ എക്സോമൂണുകളെക്കുറിച്ചുള്ള അന്വേഷണം ശാസ്ത്രലോകത്ത് ഏറെ പ്രതീക്ഷ നൽകുന്നു. നമ്മുടെ സൗരയൂഥത്തിലെ ചന്ദ്രന്മാരെ പോലെ മറ്റ് നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളെ പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹങ്ങളാണ് എക്സോമൂണുകൾ. എന്നാൽ ഇവയുടെ നിലനിൽപ്പ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു പുതിയ പഠനം എക്സോമൂണുകളെ സ്ഥിരീകരിക്കുന്നതിൽ വഴിത്തിരിവായേക്കാവുന്ന പുതിയ രീതികൾ അവതരിപ്പിക്കുന്നു. ഗവേഷകർ HD 200-6893b എന്ന വാതക ഭീമൻ ഗ്രഹത്തെ ചുറ്റുന്ന ഒരു രണ്ടാമത്തെ വസ്തുവിനെ കണ്ടെത്താൻ പുതിയ രീതി ഉപയോഗിച്ചു. ഇത് എക്സോമൂൺ ആകാൻ സാധ്യതയുണ്ട്. ഈ ഗ്രഹം ഭൂമിയിൽ നിന്ന് ഏകദേശം 133 പ്രകാശവർഷം അകലെയാണ്. ഇതിന് വ്യാഴത്തിന്റെ 28 ഇരട്ടി പിണ്ഡമുണ്ട്. കൂടാതെ 25.6 വർഷമാണ് ഇതിന്റെ പരിക്രമണ കാലയളവ്. ആസ്ട്രോമെട്രി എന്ന രീതി ഉപയോഗിച്ചാണ് ഗവേഷണം നടത്തിയത്. നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കുമിടയിലോ ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കുമിടയിലോ ഉള്ള നേരിയ ചലനങ്ങൾ അളക്കാൻ ഇത് സഹായിക്കുന്നു. VLTI ഗ്രാവിറ്റി ഉപകരണം ഉപയോഗിച്ച് HD 200-6893bയുടെയും അതിന്റെ സാധ്യതയുള്ള കൂട്ടാളിയായ ഉപഗ്രഹത്തിന്റെയും ചലനങ്ങൾ അവർ അളന്നു. ഈ നിരീക്ഷണങ്ങളുടെ ഫലമായി HD 200-6893bയെ 0.76 വർഷം കൊണ്ട് പരിക്രമണം ചെയ്യുന്ന ഒരു രണ്ടാമത്തെ വസ്തുവിനെ കണ്ടെത്താൻ സാധ്യതയുണ്ടെന്ന് ഗവേഷകർ പറയുന്നു. ഈ പഠനം HD 200-6893bക്ക് ചുറ്റും ഒരു ഉപവസ്തുവിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു. അതൊരു എക്സോമൂണാണ്. ഈ സാധ്യതയുള്ള എക്സോമൂണിന് വ്യാഴത്തിന്റെ പിണ്ഡത്തിന്റെ ഏകദേശം 0.4 ഇരട്ടി വലിപ്പമുണ്ടെന്ന് കണക്കാക്കുന്നു. ഉയർന്ന കൃത്യതയുള്ള ആസ്ട്രോമെട്രിക്ക് എക്സോമൂൺ കണ്ടെത്തലിൽ നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് ഈ പഠനം തെളിയിക്കുന്നു. ഭാവിയിലെ കണ്ടെത്തലുകൾക്ക് ഇത് വഴിയൊരുക്കും. എക്സോമൂണുകൾ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ പ്രധാന കാരണം അവയുടെ ചെറിയ വലിപ്പമാണ്. കാരണം ചന്ദ്രന്മാർ മാതൃഗ്രഹത്തെ അപേക്ഷിച്ച് വളരെ ചെറുതായിരിക്കും. സാധാരണയായി ചന്ദ്രന്മാരുടെ വലിപ്പം അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളേക്കാൾ വളരെ ചെറുതാണ്. ഇത് നേരിട്ടുള്ള കണ്ടെത്തൽ ശ്രമങ്ങളെ കൂടുതൽ വെല്ലുവിളിയുള്ളതാക്കുന്നു. മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കെപ്ലർ 1625bi പോലുള്ള സാധ്യതകൾ പിന്നീട് റദ്ദാക്കപ്പെടുകയും ചെയ്തു. ഇതിലൂടെ എക്സോമൂൺ കണ്ടെത്തലിൽ കൃത്യമായ സ്ഥിരീകരണത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ സൗരയൂഥത്തിൽ തന്നെ 200-ൽ അധികം ചന്ദ്രന്മാരുള്ളതിനാൽ എക്സോമൂണുകൾ ബഹിരാകാശ ഗവേഷണത്തിൽ വലിയ താൽപ്പര്യമുണ്ടാക്കുന്നു. വ്യാഴത്തിന്റെ യൂറോപ്പ, ശനിയുടെ എൻസലാഡസ്, ടൈറ്റൻ തുടങ്ങിയ നമ്മുടെ സൗരയൂഥത്തിലെ ചന്ദ്രന്മാരിൽ ജീവന്റെ സാധ്യതകൾക്കായി ഗവേഷകർ സജീവമായി അന്വേഷിക്കുന്നു. നാസയുടെ യൂറോപ്പ ക്ലിപ്പർ യൂറോപ്പയിലേക്കും ഡ്രാഗൺഫ്ലൈ ടൈറ്റനിലേക്കും യാത്രയിലാണ്. ഈ ദൗത്യങ്ങൾ ഈ ചന്ദ്രന്മാരിലെ വാസയോഗ്യതയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകും. സയൻസ് ഫിക്ഷൻ സിനിമകളിലും എക്സോമൂണുകൾക്ക് സ്ഥാനമുണ്ട്. ഉദാഹരണത്തിന് അവതാർ സിനിമയിലെ പണ്ടോറ എന്ന ചന്ദ്രൻ. എക്സോമൂണുകളുടെ കണ്ടെത്തൽ ബഹിരാകാശ ഗവേഷണത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടും. കൂടുതൽ സ്ഥിരീകരണങ്ങൾക്കായി കാത്തിരിക്കാം.